നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഒരു നാടിന്റെ തലവിധി മാറ്റിയെഴുതുന്നത്? ചിലപ്പോൾ അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് വലിയ കണക്കുകളിലല്ല, മറിച്ച് ഒരൊറ്റ മണ്ഡലത്തിന്റെ ഹൃദയത്തിലായിരിക്കും. ഇന്ന് നമ്മൾ കേരളത്തിലെ പാലായിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഡേറ്റയും ജനങ്ങളുടെ വികാരവും ഒരുമിച്ച് ചേരുമ്പോൾ യഥാർത്ഥ ഭരണം എന്തായിരിക്കണം എന്നതിന്റെ ഒരു രൂപരേഖ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. ഇതാണ് നമ്മുടെ പഠനക്കളം, പാലാ, കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന മണ്ഡലം. ഈ മണ്ണിന് അതിന്റേതായ ഒരു പ്രത്യേകതയുണ്ട്, ഒരു താളമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. കാരണം ഓരോ മണ്ഡലത്തിനും അതിന്റേതായ ഒരു ആത്മാവുണ്ട്. അത് മനസ്സിലാക്കാതെ ഒരു ചുവട് വെക്കാനാവില്ല. ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെയൊക്കെ കാതൽ. ജനങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം അവരുടെ മണ്ണിലൂടെ അവരുടെ ചെരുപ്പിട്ട് നടക്കണം. ഡാറ്റയും സ്ട്രാറ്റജിയും മാത്രം പോരാ, ജനങ്ങളുടെ ജീവിതം തൊട്ടറിയുന്ന ഒരു സമീപനം. വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴി അതുമാത്രമാണ്. അപ്പ ശരി, നമുക്ക് പാലായുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എന്താണ് ഈ മണ്ഡലത്തിന്റെ യഥാർത്ഥ ചിത്രം? ഇവിടുത്തെ മണ്ണിന്റെയും മനസ്സിന്റെയും ഘടന എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നത്? പാലായെ ശരിക്കും രൂപപ്പെടുത്തുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസം, രണ്ട് ഭൂപ്രകൃതി. ഇവിടെ ഏകദേശം 60 മുതൽ 65% വരെ ക്രിസ്ത്യൻ സമൂഹവും 30 മുതൽ 35% വരെ ഹിന്ദു സമൂഹവുമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇടനാടും മലയോര മേഖലകളും ഇടകലർന്നു കിടക്കുന്ന ഭൂമിയും. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. കാരണം ഈ കണക്കുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ജനങ്ങളുടെ നിശബ്ദമായ പല ആവശ്യങ്ങളും ആശങ്കകളും ഈ അക്കങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കത് ശ്രദ്ധിച്ചു കേൾക്കാം. ഏകദേശം 52%. ഇതൊരു ചെറിയ സംഖ്യയല്ല. കേരളത്തിലെ പകുതി വീടുകളിൽ പോലും പൈപ്പ് വെള്ളം എത്തുന്നില്ല എന്നതിന്റെ സൂചനയാണിത്. പാലാ പോലൊരു സ്ഥലത്ത് ഗ്രാമങ്ങളിലും മലയോരങ്ങളിലും ഈ അവസ്ഥ ഒരുപക്ഷെ ഇതിലും മോശമായിരിക്കാം. കുടിവെള്ളം, അത്രയും അടിസ്ഥാനപരമായൊരു കാര്യത്തിനു വേണ്ടിയുള്ള ഈ ബുദ്ധിമുട്ട് ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മുറിവാണുണ്ടാക്കുന്നത്. 7.2%. കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ കണക്കാണിത്. ദേശീയ ശരാശരിയുടെ ഇരട്ടിയിൽ കൂടുതൽ. ഓരോ കുടുംബത്തിലും ഇതുണ്ടാക്കുന്ന സമ്മർദ്ദം ഒന്ന് ആലോചിച്ചു നോക്കൂ. പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇതിൽ എത്ര വ്യക്തമായി കാണാം. ഇവിടെയാണ് കളി മാറിയത്. 2014 നിന്ന് 2021 പാലായിലെ വോട്ടുവിഹിതത്തിൽ വന്ന മാറ്റം നോക്കൂ. UDF, NCKയുടെ വോട്ടുകൾ കൂടുന്നു. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനും BJPക്കും വോട്ടുകൾ കുറയുന്നു. ഇത് വെറുമൊരു കണക്കല്ല, വോട്ടർമാരുടെ കൂറ് മാറിമറിയുകയാണ്. അവരുടെ പ്രതീക്ഷകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അപ്പോ ഈ കണക്കുകൾക്ക് പിന്നിലെ കാരണമെന്താണ്? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിച്ചത്, ഇങ്ങനെ വോട്ട് ചെയ്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിനി തേടുന്നത്. ജനവിധിയുടെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര. പാലായിലെ ഒരു സാധാരണ വോട്ടർ, അവരുടെ തലയിലുള്ള 4 പ്രധാന ഭാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അടിക്കടിയുണ്ടാകുന്ന വിലക്കയറ്റം. 2. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് മടങ്ങി വന്നവരുടെ ഭാവി. 3. കാട്ടുപന്നിയും മറ്റും കൃഷി നശിപ്പിക്കുന്നത്. 4. കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കിട്ടാത്തതിലുള്ള മടുപ്പ്. ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റേഷൻ കാർഡിലെ തെറ്റുകൾ കാരണം ആനുകൂല്യം നഷ്ടപ്പെടുന്നത്, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ, വേനലായാൽ വെള്ളമില്ലാത്ത കിണറുകൾ, തകർന്നുകിടക്കുന്ന റോഡുകൾ, കൃഷി നശിച്ചാൽ നഷ്ടപരിഹാരം കിട്ടാത്ത സാഹചര്യം, ഇതൊന്നും വെറും പരാതികളല്ല. ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സർക്കാരിൽ നിന്ന് തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ജനങ്ങളിൽ ശക്തമാവാൻ ഇത് ധാരാളം മതി. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം? ജനങ്ങളുടെ ഈ നിരാശയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? വെറുതെ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്താൽ മതിയോ? പോരാ, അതിനൊരു വ്യക്തമായ കർമ്മപദ്ധതി വേണം. അതിനെയാണ് നമ്മൾ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. എന്താണിത്? വളരെ ലളിതമാണ്. 4 തൂണുകളുള്ള ഒരു തന്ത്രം. ആക്രമണോത്സുകതയുടെ ശിവൻ, സ്ഥിരതയുടെ വിഷ്ണു, നവീകരണത്തിന്റെ ബ്രഹ്മാവ്, പിന്നെ സംരക്ഷണത്തിന്റെ ദുർഗം. അതായത് ജനങ്ങളുടെ ദേഷ്യം, അരക്ഷിതാവസ്ഥ, പ്രതീക്ഷ, ഭയം
ഈ 4 വികാരങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമഗ്രമായ സമീപനം. ആദ്യത്തേത് ശിവൻ, ആക്രമണോത്സുകത. ഇവിടെ ജനങ്ങളുടെ ദേശത്തെ നമ്മളൊരു ശക്തിയായി ഉപയോഗിക്കുകയാണ്. വിലക്കയറ്റം പോലുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ വീഴ്ചകൾ ശക്തമായി തുറന്നുകാട്ടുക. പ്രതിഷേധങ്ങളിലൂടെ ജനവികാരം സർക്കാരിലേക്ക് എത്തിക്കുക. ചർച്ചകളെ നിയന്ത്രിക്കുക എന്നതാണ് ലക്ഷ്യം. രണ്ടാമത്തത് വിഷ്ണു, സ്ഥിരത. ആളുകൾക്ക് വേണ്ടത് ഉറപ്പാണ്. നാളെ എന്താകുമെന്ന പേടിയില്ലാതെ ജീവിക്കണം. ആ ഒരു സുരക്ഷിതത്വബോധം അവർക്ക് നൽകണം. മുന്നണിയുടെ പാരമ്പര്യവും കെട്ടുറപ്പും ഉയർത്തിക്കാട്ടി എതിരാളികളുടെ പ്രശ്നങ്ങളുമായി താരതമ്യം ചെയ്ത് തങ്ങളാണ് മെച്ചപ്പെട്ട ബദലെന്ന് സ്ഥാപിക്കുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, നവീകരണം. എപ്പോഴും പഴയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ. പുതിയ തലമുറയ്ക്ക് പുതിയ സ്വപ്നങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കണം. ഒരു സ്റ്റാർട്ടപ്പാല മേളയോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ ജോബ് പോർട്ടലോ, അങ്ങനെയുള്ള പുതിയ ചിന്തകൾ യുവാക്കളെ ആകർഷിക്കും. അവസാനമായി ദുർഗ, സംരക്ഷണം. ജനങ്ങളുടെ ഭയത്തെ നമ്മൾ ഗൗരവമായി കാണണം. അത് കൃഷിയിടത്തിലിറങ്ങുന്ന വന്യമൃഗത്തെക്കുറിച്ചുള്ള ഭയമായാലും തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയമായാലും കർഷകരുടെ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ, ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകണം. ആ സംരക്ഷണമാണ് അവർക്ക് വേണ്ടത്. ശരി, ഈ സിദ്ധാന്തമൊക്കെ കൊള്ളാം. പക്ഷെ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും? താഴെത്തട്ടിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? അതാണ് അടുത്ത ഘട്ടം. പ്രവർത്തനത്തിനുള്ള ഒരു വ്യക്തമായ ബ്ലൂ പ്രിന്റ്. ഓരോ വിഭാഗം ആളുകളോടും ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നം എന്താണോ അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. യുവാക്കളോട് ജോലിയെക്കുറിച്ച്, സ്ത്രീകളോട് ആരോഗ്യത്തെയും സുരക്ഷയും കുറിച്ച്, കർഷകരോട് അവരുടെ കടങ്ങളെയും വിളകളുടെ വിലയും കുറിച്ച്. ഇങ്ങനെ ഓരോ വിഭാഗത്തെയും പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെയാണ് ഡേറ്റയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം വരുന്നത്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഓരോ വ്യക്തിയുടെയും സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ആ നിയമങ്ങളെ മാനിച്ചുകൊണ്ടാവണം ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഏത് ശ്രമവും. ജനങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് നേടിയെടുക്കാൻ ചില വഴികളുണ്ട്. അവർക്ക് നേരിട്ട് ഗുണം കിട്ടുന്ന, ഫലം പെട്ടെന്ന് കാണുന്ന 3 കാര്യങ്ങൾ. 1. പ്രളയത്തിൽ നഷ്ടം വന്നവർക്കുള്ള സഹായ ഫണ്ട് പുനരാരംഭിക്കുക. 2. പുതിയ മിനി ഡാമുകൾ സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക. 3. ജോലിക്കും സർക്കാർ സഹായങ്ങൾക്കും വേണ്ടി ഡിജിറ്റൽ പഞ്ചായത്ത് ഹബ്ബുകൾ തുടങ്ങുക. ഇവയൊക്കെ സർക്കാരിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരു വലിയ കാര്യമുണ്ട്. എന്താണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം? ഭരണം. അതൊരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കളി മാത്രമല്ല. അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കിട്ടുന്നൊരവസരമാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഡേറ്റയും തന്ത്രങ്ങളും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടികൾ മാത്രമാണ്, ലക്ഷ്യമല്ല. കണക്കുകൾക്ക് ഒരുപക്ഷെ നമുക്ക് വഴി കാണിച്ചു തരാൻ പറ്റുമായിരിക്കും. പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പാലം പണിയാൻ എന്തുവേണം? ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം നേതൃത്വത്തിന്റെ ആ ഒരു മാനുഷികമായ അംശം, അത് ഡേറ്റയ്ക്കും തന്ത്രങ്ങൾക്കുമൊക്കെ മുകളിലാണ്. ആ ഒരു ചിന്തയാണ് നേതൃത്വത്തിന്റെ കാതൽ. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്നൊരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയമെന്നതിനപ്പുറം ഒരു ലക്ഷ്യം.